അധികരിപ്പിക്കേണ്ട ഒരു സമയങ്ങളും കൂടിയാണ്. ദുആകൾ നല്ലോണം ദ്വാരക്കേണ്ടത് എന്തിനാണ്? സ്വീകരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ചെയ്തതൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യുമാണ്. ചെയ്തതൊക്കെ പാപങ്ങളുണ്ട്, പിഴവുകളുണ്ട്, ഒരുപാട് തെറ്റുകുറ്റങ്ങളുണ്ട്. അതെല്ലാം പുറത്ത് സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. ദുആ എപ്പോഴും ഖബൂലിയത്തിന് വേണ്ടിയിട്ടുള്ള ദുആ നടത്തണം. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അതേപോലെ തന്നെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ അനുമതി പ്രകാരം കഅബ പുനർനിർമ്മിച്ചു. കഅബ മുമ്പ് മനുഷ്യന്മാര് കടക്കുന്നതിന് മുമ്പ് തന്നെ ഭൂമിലോകത്തുള്ള ഭവനാണ് അല്ലാഹ്. അത് കാലപ്പഴക്കത്തിനനുസരിച്ചു. അതുപോലെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായ പ്രളയത്തിനോടനുബന്ധിച്ച് ഒരുപാട് കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതിനെ പുനർനിർമ്മിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകനും കൂടിയത് പുനർനിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്ന റബ്ബന തഖബ്ബൽ മിന്നാ എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് ഖുർആൻ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി ഒക്കെ പിന്നെ പറഞ്ഞത് നീ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനി ഞങ്ങൾ ഇതിനെ ഖബൂൽ ചെയ്യണം. ആ ആയത്തിന്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് പ്രവാചകന്മാര് ചെയ്ത ഒപ്പം സ്വീകരിക്കുന്നതിൽ തർക്കല്ല. അതെല്ലാം പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ഒരിക്കലും പ്രവാചകന്മാര് ചിന്തിക്കുക പോലും ചെയ്യൂല. അങ്ങനെ ആകും ചിന്തിക്കുന്ന ആളുകൾ പ്രവാചകന്മാരാകില്ല. പ്രത്യേകിച്ച് ഇബ്രാഹിം നബിയെ കുറിച്ച് അത് ആലോചിക്കാൻ വേണ്ട. കാരണം എന്താ? അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മകൻ ഇറക്കാൻ തയ്യാറായ ആളാണ്. ആ മകൻ ഇറക്കാൻ പ്രേരിപ്പിച്ച വസ്തു എന്താണ്? റബ്ബിന്റെ തൃപ്തിയാണ്. അപ്പൊ ആ റബ്ബിന്റെ തൃപ്തിക്ക് എതിരായിട്ട് ഒന്നും ചെയ്യൂല. പക്ഷെ എന്നിട്ട് ഖുർആൻ പറയുന്നതാണ് അവർ കാലഘട്ടം പുനർനിർമ്മിച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ദുആ ചെയ്തു. റബ്ബേ ഞങ്ങൾ നീ സ്വീകരിക്കണം, നീ പറഞ്ഞ പോലെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ പഴുതുകളുണ്ടെങ്കിൽ അതെല്ലാം ഓർത്ത് നീ ഖബൂൽ ചെയ്യും. അപ്പൊ ആ ആയത്തിന്റെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഏതൊരു അമൽ ചെയ്താലും നമ്മൾ എപ്പോഴും പറയണം സ്വീകരിക്കാൻ വേണ്ടി. ചെയ്തിട്ട് മാത്രം കാര്യമില്ല, സ്വീകരിച്ചില്ല തള്ളിക്കളഞ്ഞ പോയില്ല. അപ്പൊ അത് നല്ല എപ്പോഴും നമ്മൾ ഓരോ ദിവസവും കൂടുതൽ ദുആ ചെയ്യുന്നതൊക്കെ ചെയ്തു പോയതൊക്കെ സ്വീകരിക്കണം. അല്ലെങ്കിൽ ഫലമില്ലാതെയായി അല്ലാഹു തആല രക്ഷിക്കട്ടെ. അപ്പൊ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അല്ലാഹുവുമായി ബന്ധപ്പെടുകയും നമ്മളെ അതിനെ തൊട്ട് തടയുന്ന ദുനിയപരമായ കുറേ ചുറ്റുപാടുകൾ. കാരണം നമുക്ക് റബ്ബിനോട് നിസ്കരിക്കുന്നതാവട്ടെ, അല്ലെങ്കിൽ ഖുർആൻ ഓതാനാവട്ടെ, അതിനോടൊക്കെ താല്പര്യം കുറയുന്നതും അതിനെതിരെ നമുക്ക് തടസ്സം നിൽക്കുന്നതുമായ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ദുനിയാവിലെ സുഖങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ അല്ലെങ്കിൽ നാം കരുതുന്ന നേട്ടങ്ങളുമാണ്. അതിൽ പ്രാധാന്യമുള്ളതാണ് സമ്പത്ത് എന്ന് പറയും, ഇല്ലേ? ദുനിയാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വസ്തു ഏതാണ്? സമ്പത്തന്നെ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹൃദയത്തിൽ അതിന് സ്ഥാനം പിടിച്ചുകൊണ്ട് പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് എത്രയും നേടിയെടുക്കാൻ നമ്മൾ ഒരുപാട് മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു. എത്രയും നേടിയെടുക്കണം. അതുകൊണ്ട് എത്ര കിട്ടിയാലും ആ ഒരു വിഷയം നമുക്ക് എന്തില്ല, മതിയാകുകയില്ല. കാരണം അത്രമേൽ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ നമ്മൾ ഭ്രമം പിടിച്ചു. ആ ദുനിയാവിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ഇസ്തിഗ്ഫാർ ലഭിക്കാൻ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഇസ്തിഗ്ഫാർ എന്ന് നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ ദിക്റുകൾ പറയുന്നുണ്ട്. ഖൽബ് നന്നാകാനുള്ള ദിക്റുണ്ട്, മനസ്സിലാവുന്നു. അതുപോലെ തന്നെ ഖബറിൽ രക്ഷപ്പെടാനുള്ള ഖുർആനുകളുണ്ട്. കൂട്ടത്തിൽ പറയുന്നത് വ്യാഴാഴ്ച അസർണശേഷം ദിക്ർ മറക്കണ്ട. അപ്പൊ ഇങ്ങനെയുള്ള ദിക്റുകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഇൻഷാ അല്ലാഹ് നാളെ എന്ത് ചെയ്യാം, നമ്മൾ നന്നാകാനല്ലേ ഇരിക്കുന്നത്, അല്ലേ? അപ്പൊ ഞാൻ ദിക്റുകൾ തരാം. ഒരു ദിവസം 101 ദിക്ർ അല്ലെങ്കിൽ ഒരു 313 ദിക്ർ തന്നാൽ നിങ്ങൾ ചെയ്യുമോ? വെറുതെ പറയും ചെയ്യുമോ? പക്ഷെ ഞാൻ എന്റെ ധാരണ പറയുന്നത് അത് ഏറി വന്നൊരു അല്ലെങ്കിൽ ഒരു പക്ഷേ റമദാൻ കഴിയുന്നത് വരെ അത്രയ്ക്ക് ഉണ്ടാവും. പിന്നെ പല സ്ഥലത്ത് തിരക്കാൻ ഓരോ ചുറ്റുപാടാണ് ചെല്ലണം വിചാരിക്കണം. പിന്നെ അങ്ങനെ പതുക്കെ ഡ്രോപ്പ് ആകും. ഈ പ്രായത്തിലുള്ള അനുഭവം വെച്ച് ഞാൻ പറയാം,
മനസ്സിലായോ? എന്നാൽ ഞാൻ വേറൊരു ദിക്റ് കടം കൂടാൻ, കച്ചവടത്തിന് ബർക്കത്തുണ്ടാകാൻ, സമ്പത്ത് വർദ്ധിക്കാൻ അങ്ങനെ ചൊല്ലില്ലേ? എന്താ ഉണ്ടാകുന്നത്? ചെല്ലുല്ലേ? ഇല്ലേ? ചെല്ലും. കാരണം നമുക്ക് വേണ്ടത് അതിനെന്തും നമ്മൾ ചെയ്യും, എന്തും നമ്മൾ വന്ന് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ദിക്റുകളിലും ഇതിലൊക്കെ നമ്മളെ നേട്ടതാണ്. കാരണം പലപ്പോഴും നമ്മൾ പലരും യൂട്യൂബൊന്നും അല്ലാതെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ സ്വലാത്തില്ല അതങ്ങനെ കൊണ്ടോളം, സമ്പത്ത് കൊണ്ടോളം. യൂട്യൂബിലങ്ങനെ കുറേ യൂട്യൂബ് സ്ഥാപനം ആ സ്വലാത്തില്ല ഇത് കൊന്നോളം, ഇത് ചെയ്യാൻ അതിങ്ങനെ ചെല്ലിയിരിക്കുന്ന ആളുകൾ, അതിങ്ങനെ ചെല്ലിയിട്ടിരിക്കുന്ന ആളുകൾ. അതിനൊക്കെ ലക്ഷ്യം എന്താ? പൈസ കൂടണം, ദുനിയാവിനാണ്. അപ്പൊ ദുനിയാവിന് വേണ്ടി ഏത് നമ്മൾ ചെയ്യും, എന്ത് ത്യാഗം ചെയ്യാം. നേരെ മറിച്ച് പിന്നെ ആഖിറത്തിലെ നേട്ടം കിട്ടാൻ അത്ര കിട്ടുമില്ല, അതൊന്നും നമുക്ക് ഓർമ്മല്ല. അപ്പൊ അതാണ് അത്രമേൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ദുനിയാവ്, ആ ദുനിയാവിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഒന്ന് സമ്പത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ദുആഉണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്താണ്. അല്ലാഹുവേ ദുനിയാവിൽ ഞങ്ങൾക്ക് ഹസനത്ത് തരണം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഖൈർ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഓടി വരുന്ന ചിത്രം ഏതാ? സമ്പാദ്യം തന്നെയാണ് അല്ലേ? ഇവിടെ ഖൈറുണ്ട്, എന്താ ഖൈറാവില്ല? എന്താ ജീവിതം എന്താ? എന്ത് ഖൈറാണ്? ഒരു ഖൈറില്ല. എന്താണ് പൈസ അല്ല? പൈസ അല്ല എന്ന് പറഞ്ഞാൽ തീരെ ദാരിദ്ര്യം എന്നല്ല പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇതുണ്ട്, വൈകുണ്ട്. അത് എത്രയാണെന്ന് ചോദിച്ചാൽ അതറിയില്ല. അല്ല, നമ്മളിപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന അളവ് എത്രയാണ്? എനിക്കൊന്ന് ഹൈറാവണമെങ്കിൽ എത്രയാണ് എനിക്ക് വേണ്ടത്? ഡെയിലി സ്ഥിര വരുമാനം 1000 കിട്ടിയാൽ മതിയോ? അന്നൊരു 2000 അല്ലെങ്കിൽ ഡെയിലി ഒരു 5000 എന്നാ മതിയോ? അങ്ങനെ വാങ്ങുന്ന ആളുകൾ ഇവിടെ ഇല്ലേ? ഡെയിലി ഒരുപാട് മാസം ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആളുകളില്ലേ? അവരുടെ ലൈഫ് എടുത്ത് പരിശോധിച്ച് ഒന്ന് പറഞ്ഞു ഓരോ ചുറ്റുപാടാണ്. എന്ന് എത്ര കിട്ടിയാലും ഇതിങ്ങനെ നമ്മൾ പറയുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന സമയത്ത് ഒരു കഥ പറയുന്നത് ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന സ്ഥാനപ്പേരുള്ള അള്ളാഹു ഡയറക്റ്റ് ആയിട്ട് ആത്മാവ് കൊടുക്കുന്നവർ ഒരു പിതാവിന്റെ സഹായമില്ലാതെ, മറ്റുള്ള നമുക്കൊക്കെയും ഇങ്ങനെ തന്നിട്ടുള്ള ഒരു പിതാവിന്റെ സഹായത്തോടു കൂടെയാണ് അല്ലേ? അള്ളാഹുവിന്റെ സൃഷ്ടിപ്പന്നെയാണെന്നുണ്ടെങ്കിലും ഉപ്പയുടെ മുതുകിൽ നിന്ന് ബീജം ഉമ്മയുടെ അണ്ടവുമായി സംയോജിച്ചതായിട്ടാണ് നമ്മൾ ഉണ്ടാവുന്നത്. പക്ഷെ അത് അങ്ങനൊന്നും ഇല്ലാതെ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ ഒരു പുരുഷനെ സ്പർശിക്കാതെ തന്നെ അല്ലാഹു തആല ഡയറക്റ്റ് ചെയ്യണം. അപ്പൊ ആ ഒരു റൂഹുള്ള എന്നുള്ള സ്ഥാനപ്പേര് അത്രയും കിട്ടി. എന്ന് മാത്രമല്ല, മരിച്ചവരെ ജീവിപ്പിക്കുക, വെള്ളപ്പാണ്ടുള്ളവരെ ആ വെള്ളപ്പാണ്ട് മാറ്റുക, അതുപോലെ ഒരുപാട് മോചിതങ്ങൾക്ക് ഉടമയാണ് ഈസാ നബി അലൈഹി സ്വലാം. ഒരുപാട് മോചിതം, മരിച്ചത് ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ജീവിപ്പിക്കാനുള്ള മോചിതത്തെ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഒക്കെ എന്നാൽ അപ്പോഴൊക്കെ പറയുമ്പോൾ എന്താ? ഇതിനില്ല എന്നാ പറയുക. ഈസാ നബി അലൈഹി സ്വലാം ഇതിനില്ല, അള്ളാന്റെ സമ്മതത്തോടെയാണ്. അപ്പൊ അങ്ങനെ മോചിതത്ത് നൽകുന്ന ഇതൊക്കെ ആ നാട്ടുകാർക്ക് അറിയുകയും ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല, മരിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കുന്ന അപ്പോ എന്താ പറഞ്ഞത്? അപ്പൊ അങ്ങനെ ഈ മോചിതത്തൊക്കെ ആരറിയുന്നുണ്ട്? അവിടുത്തെ ജനങ്ങളൊക്കെ അറിയുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ്. മഹാനവറുകളുടെ യാത്ര വരുമ്പോൾ കൂടെ ഒരു പ്രത്യേക ഒരു സഹായിയായിട്ട് കൂടെ ഒരാൾ കൂടി യാത്ര പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ചരിത്രം പറയും, മഹാനവറുകളുടെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ ഇത് കാണാൻ. അങ്ങനെ യാത്ര പോയി, യാത്ര ഓരോ ആളുകൾ പ്രവാചകനാണ്, ആളുകളൊക്കെ പോകുമ്പോൾ സൽക്കരിക്കും, സ്വീകരിക്കും. അങ്ങനെ ഒരു ആളുകളുടെ കൂട്ടത്തിനിടയിലൂടെ പോയപ്പോൾ ആ ആളുകൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല, സമയമല്ല, യാത്രയിലാണെന്ന് പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? എന്നാൽ കഴിക്കുമ്പോൾ പോകുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം എന്ത് ചെയ്തു? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ
അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം തന്റെ കൂടെ വരുന്ന തന്റെ സഹായിയായിട്ട് വരുന്ന ആ വൃത്തിയുടെ കയ്യിലേക്ക് എന്ത് ചെയ്തു? ആ ഭക്ഷണം കൊടുക്കും. ഇത് 3 റൊട്ടിയാണ് അതിലുണ്ടായിട്ടുള്ളത്. 3 റൊട്ടിയാണ്. അങ്ങനെ വീണ്ടും ഈസാ നബി അലൈഹി സ്വലാം യാത്ര ഇങ്ങനെ തുടരുകയാണ്. അപ്പൊ ഈ തുടരുമ്പോൾ ബാക്കിൽ നടക്കുന്ന വൃത്തിയുടെ മനസ്സിങ്ങനെ പറയാം, ഇതിൽ നോക്കിയപ്പോൾ 3 എണ്ണം കാണുന്നുണ്ട്. 3 എണ്ണം ഉണ്ടല്ലോ, ഇതെന്തിനാ 3 എണ്ണം? നമ്മുടെ 2 ആൾ, ഞാനും ഈസാ നബി 2 ആളല്ലേ ഉള്ളൂ, നബിയല്ലേ ഉള്ളൂ, ഇതിൽ 3 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ 1 നമുക്ക് കഴിക്കാം. അങ്ങനെ 1 അദ്ദേഹം കഴിക്കുകയാണ്. കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണത്തിന്റെ വിവരം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യനോട് ചോദിച്ചപ്പോൾ കഴിക്കാൻ പറഞ്ഞു. എന്താ ഉള്ളത് ചോദിച്ചാൽ 2 റൊട്ടിയാണ് നബിയുള്ളത്. ആരോടാ പറയുന്നത്? നബിയോടാണ്. നബി എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് 2 റൊട്ടിയാണ് അതിലുള്ളത്. അപ്പൊ ഈസാ നബി ചോദിച്ചു, 2 റൊട്ടിയേ ഉള്ളൂ? ആ 2 റൊട്ടി. ഒരു 3 എണ്ണം തന്നു. ഇല്ല നബിയെ, 2 എണ്ണേ തന്നിട്ടുള്ളൂ. 2 എണ്ണം നമ്മൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പൊ 1 എനിക്കും 1 നബിക്ക്. അങ്ങനെ 2 എണ്ണേ തന്നു. അതപ്പൊ കഴിക്കണ്ടാവില്ല. അപ്പൊ ഈസാ നബി പറഞ്ഞാല് ഇപ്പൊ കഴിക്കണം, നമുക്ക് പോവാം. അങ്ങനെ പോയി. ഈ പോകുന്ന യാത്രയിലേക്ക് ഒരുപാട് മോചിസത്തുകൾ ഈ വ്യക്തി കാണുന്നുണ്ട്. എത്രത്തോളം പറയുമ്പോൾ അതിന്റെ ചരിത്രം പറയുന്നത്, ഒരു പുഴ കടന്നിട്ട് അപ്പുറത്തേക്ക് കടക്കണം. യാത്ര ഇങ്ങനെ പോവുക. അപ്പൊ ഈ പുഴ കടക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ വ്യക്തിയെ പറഞ്ഞു, അള്ളാന്റെ അനുമതിയോടുകൂടെ നീ നടന്നോ എന്ന് പറഞ്ഞു. പുഴയുടെ മേലിലൂടെ ഒന്നുമില്ലാതെ കാൽനടയായിട്ട് തന്നെ പുഴയുടെ മേലിലൂടെ ഈസാ നബി അലൈഹി സ്വലാം അപ്പുറത്തേക്ക് നടക്കുന്നുണ്ട്. ഇയാൾ കൂടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അത്രയും മോചിസത്തിൽ ആളോട് കാണിച്ചു. അപ്പോൾ കിടക്കിടക്ക് ചോദിക്കണ്ട, എല്ലാവരും എത്ര റൊട്ടിയാ തന്നത്? 2 റൊട്ടിയാണ് എനിക്ക്, 2 എണ്ണേ തന്നിട്ടുള്ളൂ. ഇടക്കിടക്ക് തന്നെ ചോദിക്കും. അപ്പോൾ ഈ വ്യക്തിയുടെ കൽബ് ഇളകുന്നില്ല. അങ്ങനെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഒരു സ്ഥലത്ത് വിശ്രമിക്കാനിരുന്നു. ഇരുന്ന സമയത്ത് വ്യക്തിയോട് പറഞ്ഞു, മണ്ണ് കൂന കൂട്ടാൻ പറഞ്ഞു. ഒരു 3 മണ്ണ് എന്ത് ചെയ്തു? ഇങ്ങനെ കൂട്ടി വെക്കാം. അങ്ങനെ കൂട്ടി വെച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മോചിസത്ത് കൊണ്ട് ഈസാ നബി അലൈഹി സ്വലാം അത് സ്വർണമാക്കി മാറ്റിയാണ്. സ്വർണമാക്കി മാറ്റി. അങ്ങനെ സ്വർണമാക്കി മാറ്റിയപ്പോ ഇയാൾ ചോദിച്ചു, അല്ല നബിയെ, നമ്മൾ 2 ആളല്ലേ ഉള്ളൂ, ഇത് 3 എണ്ണം ഉണ്ടല്ലോ. നമ്മൾ 2 ആളല്ലേ ഉള്ളൂ, ഇതിന് 3 സ്വർണ്ണം ഇതെന്തിനാ? അപ്പൊ ഈസാ നബി 1 നിനക്കും 1 എനിക്കും. പിന്നെ 3-മത്തേതുണ്ടല്ലോ, ആ 3-മത്തെ റൊട്ടി നിന്നൊരു മനുഷ്യൻ ആൾക്കുള്ളതാണ്. 3-മത്തെ റൊട്ടി നിന്ന വ്യക്തിക്ക് ആ വ്യക്തിക്കുള്ളതാണ്. എന്നാ സത്യം പറയട്ടെ നബിയെ, ഞാനാണത് വിളിച്ചത്. ഞാൻ വെറുതെ പറഞ്ഞത് ഇതിലുള്ളത് ഈസാ നബിയുടെ ചരിത്രത്തിൽ പറയുമ്പോഴാണ്. അപ്പൊ ഈ വ്യക്തി പറയാനത് സത്യം പറയട്ടെ, അത് ഞാനാ വിളിച്ചത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, 3 നീ എടുത്തു, ഇനി മുതൽ എന്റെ കൂടെ നീ എന്ത് ചെയ്യണ്ട, യാത്ര ചെയ്യണ്ട. ഈസാ നബി അലൈഹി ചരിത്ര വിശാലമാണ്. ഈസാ നബി അലൈഹി സ്വലാം കൂട്ടി യാത്ര തുടർന്നു. തിരിച്ചു വന്നു നോക്കുമ്പോ ആ സ്ഥലത്തേക്ക്, സ്വർണം ഉണ്ടായ സ്ഥലത്തെത്തിയപ്പോ ഈസാ നബിയുടെ കൂടെ വരുന്ന വ്യക്തി വേറെ 2 വ്യക്തിയെ കൊണ്ട് അവർ മരിച്ചു കിടക്കുന്നുണ്ട്. ആ ദുനിയാവ് ആർക്കും വേണ്ടാതെ അവിടെ അവശേഷിച്ച് കിടക്കുന്നുണ്ട്. ഈ ചരിത്രം പറഞ്ഞിട്ട് നമ്മളോട് പഠിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. കാരണം എന്തും നമുക്ക് ബോധം വരണമെങ്കിൽ ദുനിയാവ് കാണിക്കണം. എന്തും നമുക്ക് ബോധം വരണമെങ്കിൽ പറയുമ്പോൾ അത്രയും മോചനത്തെ കാണിച്ച വ്യക്തി, ആഹ്റത്തിലുള്ള അത്രയും വലിയ അത്ഭുതങ്ങളും മോചനങ്ങളും കാണിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഒന്ന് ചിന്തിച്ചൂടെ, ഇതിലെ എന്റെ എല്ലാ വിഷയങ്ങളും ആരറിയുന്നതാണ്, നബി അറിയും. അപ്പൊ ഈ വിഷയം അപ്പോഴും ആ വ്യക്തിക്ക് ബോധം പോകുന്നില്ല. ദുനിയാവ് അങ്ങോട്ട് പ്രകടമാക്കിയപ്പോ എന്തിനും അവിടെ തയ്യാറാണ്. സത്യത്തിൽ ഈ അവസ്ഥ തന്നെയല്ലേ നമ്മുടെയും? അതിനെന്തും നമ്മൾ ചെയ്യും, എത്ര സത്യം ചെയ്യും, എന്ത് കള്ളത്തരം ചെയ്യും, എന്ത് കളവും നമ്മൾ പറയും, എന്തെല്ലാം കാണിക്കാൻ പറ്റും. ഈ കാണിക്കുന്ന തട്ടിപ്പുകളും ഈ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇപ്പൊ നമ്മൾ ദിനേന പത്രങ്ങളിലൂടെ കാണിക്കുന്നില്ല, അത് തട്ടിപ്പ്. ഈ തട്ടിപ്പൊക്കെ എന്തിനു വേണ്ടിയാണ്? ഈസയ്ക്ക് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് ഈ വിഷയങ്ങൾ പറയുന്നുണ്ട്. സമ്പാദ്യങ്ങൾ നിങ്ങൾ സമ്പാദിക്കുന്നത് ഒരിക്കലും തന്നെ ഹലാലല്ലാത്ത, ഈ ഹലാല് ഭയങ്കര ഹലാൽ വിവാദം നമ്മളൊക്കെ കുറെ കേട്ടതാണ് അല്ലേ? അതെ, കേരളം അതുപോലെ തന്നെ ഹലാൽ എന്ന് പറയുന്ന ആ പദം അറബി ആയതുകൊണ്ടാണ്. ആ ഒരു പദത്തെ വെച്ചുകൊണ്ട് ഈ ഒരു മതത്തിന്റെ പേരിൽ കുതിര കയറിയിട്ട് എന്തൊക്കെ വീടുകളാണ് ഉണ്ടായത്. എന്നാൽ എന്താണ് ഇതിന്റെ അതേമാതിരിയുള്ളതാണ് ജിഹാദ്. ജിഹാദ് നമ്മളൊക്കെ ജിഹാദികളെ
എന്താണ് ഈ പറഞ്ഞ മഴയുടെ അർത്ഥം? ജിഹാദ് എന്ന് പറഞ്ഞ യുദ്ധം, നമ്മുടെ യുദ്ധകുതിയന്മാരാണ്. അങ്ങനെയൊക്കെയുള്ള ഈ ഒരു പദത്തിന്റെ അർത്ഥം സത്യം പറഞ്ഞ ജിഹാദ് എന്ന് പറഞ്ഞാൽ നല്ല നമ്മൾ തീ തിന്നാണ്, ഒരാൾ നല്ലോണം ഭക്ഷിക്കാൻ നമ്മൾ പറയും നല്ല ജിഹാദാണല്ലടാ. ജിഹാദ് പറഞ്ഞ പദത്തിന്റെ അർത്ഥം പരിശ്രമിക്കുന്നവൻ, കഠിനാധ്വാനം ചെയ്യുന്നവൻ, പരിശ്രമിക്കുന്നവൻ. പിന്നെ എന്തിനാ യുദ്ധത്തിൽ ജിഹാദ് എന്ന് പറയുന്നത്? ഏറ്റവും കൂടുതൽ കഠിനാധ്വാനമുള്ള വർക്ക് ഏതാ? യുദ്ധമാണ്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ അതിനോട് ചേർത്ത്. അല്ലാതെ ജിഹാദ് എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം യുദ്ധം എന്നല്ല. അത് തിന്നുന്നതിലാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് തിന്നുന്നവൻ, പഠനത്തിൽ ജിഹാദ് നടത്തുന്നു എന്ന് പറയുമ്പോൾ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്നവൻ, പരിശ്രമിച്ച് പഠിക്കുന്നവൻ, അതാണ് ആ പദത്തിന്റെ അർത്ഥം ജിഹാദ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ വെച്ച് വക്രീകരിച്ച് ഒരു സമുദായത്തെ മൊത്തം പ്രതികൂട്ടിലാക്കുക, ഇല്ലായ്മ ചെയ്യുക, മോശത്തരമാക്കുക, അതിനു വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റൂല. ഈ മുസ്ലിം നാമധാരികളൊക്കെ ഇതിന് വഴിവെച്ച് കൊടുക്കുകയാണ്. ഏത് വിഷയത്തിലും നമ്മൾ തന്നെ വഴിവെച്ച് കൊടുക്കുകയാണ്. നമ്മളിൽ ഒതുങ്ങേണ്ട കാര്യങ്ങൾ നമ്മളിൽ തന്നെ ഒതുങ്ങണം. പബ്ലിക് ആക്കേണ്ടതേ പബ്ലിക് ആക്കാം. ഇതങ്ങനല്ല. പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് എന്താണ്, ആരോടാ എന്താ പറയേണ്ടത് എന്നുള്ളൊരു ബോധവും ഇല്ലാതെ പറഞ്ഞു പോകാം. അങ്ങനെ കുറെ വിഷയങ്ങളെ പിന്നിലുണ്ട്. ഏതോ ആവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് ഹലാലാണ്. ഹലാലി എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം എന്നുള്ളത് അനുവദനീയമായത്. എന്താ ഹലാലി? ഇസ്ലാമിൽ ഹലാലിന് ശർഈയായ വിധികളിൽ വാജിബ്, അതുപോലെ തന്നെ സുന്നത്ത്, കറാഹത്ത്, ഹറാം, ഹലാൽ, ഇതിനൊക്കെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, കൊടുക്കുന്നുണ്ട്. ഇതിൽ എന്ന് പറഞ്ഞപ്പോ വാജിബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്താൽ പ്രതിഫലമുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുമുണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഡെഫിനിഷൻ എന്താ? ഒരു വിഷയം നിർബന്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ പറഞ്ഞാൽ അത് ചെയ്താൽ നമുക്ക് പ്രതിഫലം ലഭിക്കും, ഉപേക്ഷിച്ചാലോ ശിക്ഷയുണ്ട് എന്നാണ് വാജിബ് എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ നിർബന്ധമാണ്, വാജിബാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്. ഒരു വിഷയം ഹറാമാണെന്ന് പറഞ്ഞാലുള്ള ഇതെന്താ? വാജിബിന്റെ ഓപ്പോസിറ്റ് ആണ്. എന്താണ്? ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നതാണ്. എന്നാൽ അതിൽ നിന്ന് വിട്ടു നിന്നാലോ അതിന് കൂലിയുണ്ട്. ഒരു വിഷയം ഹറാമാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ചെയ്താൽ എന്ത് ന്യായീകരണം ഉണ്ടെങ്കിലും ശിക്ഷയുള്ളതാണ്. ഉപേക്ഷിച്ചാൽ ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതുകൂടി ഇടയിൽ പറഞ്ഞു പോണതാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്താൽ നമുക്ക് പ്രതിഫലം. ഇനി അഥവാ ഉപേക്ഷിച്ചാലോ അതിന്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കില്ല. പക്ഷെ അത് കൂടുതൽ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂലി കിട്ടുക. എന്ന് പറഞ്ഞാൽ മറ്റേത് ഫർദ് ശിക്ഷ കിട്ടാതിരിക്കാൻ ചെയ്യണതാണ്. സുന്നത്ത് അങ്ങനെയല്ല. ചെയ്തിട്ടില്ലെങ്കിലും ഒന്നും പറയില്ല. എന്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് അള്ളാന്റെ തൃപ്തിക്ക് മാത്രമായി മാറുക. കറാഹത്ത് എന്ന് പറയുന്നത് അതാണ്, ഉപേക്ഷിക്കലാണ്. ഉപേക്ഷിച്ചാൽ കൂലി. ചെയ്തു എന്നതുകൊണ്ട് ശിക്ഷ കിട്ടത്തില്ല, പക്ഷെ ഉപേക്ഷിക്കലാണ് നല്ലത്. ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഇഷ്ടം പ്രവർത്തിക്കാൻ. ഈ ഡെഫിനിഷൻ വെച്ച് നോക്കുമ്പോൾ ഹലാൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല ഭക്ഷണം കഴിച്ചു, ഒരു പത്തിരി ഇറച്ചി കഴിച്ചു എന്നതുകൊണ്ട് അല്ല പ്രത്യേകിച്ച് കൂലിയൊന്നും തരൂല. കന്യ മാത്രമാണ് കുടിച്ചു എന്നതുകൊണ്ടല്ല ശിക്ഷയും തരൂല. മനസ്സിലാക്കുക. നേരെ മറിച്ച് അതല്ലാതെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ സമ്പത്തിൽ ഹലാലി എന്ന് പറയുന്നതിന്റെ ഒരു മീനിങ് വേറെ. ആ പറയുന്ന മീനിങ് എന്താണ്? നമുക്ക് അനുവദനീയമായി ഏതൊരു വിഷയത്തിലും ഒരു നിയമമുണ്ട്, ആ നിയമത്തിന് വിരുദ്ധമായി ചെയ്യുന്നതൊന്നും ഹലാലല്ല. ഏത് വിഷയത്തിലാണെങ്കിലും, ഭക്ഷണത്തിലാണെങ്കിലും, അതുപോലെ തന്നെ വെള്ളത്തിലാണെങ്കിലും, വസ്ത്രത്തിലാണെങ്കിലും, കരണ്ടിലാണെങ്കിലും, എല്ലാത്തിനും ഒരു നിയമം ഇസ്ലാം പറയുന്നുണ്ട്. ആ നിയമത്തിന്റെ ബോർഡർ വിട്ട് കടക്കൽ അത് ഹലാലിന്റെ പരിധിയിൽ നിന്ന് വിട്ടുപോകും. എന്നാൽ നമുക്ക് അനുഭവം എത്രത്തോളം വേണം? ഒരു ഉദാഹരണം ഞാൻ പറയാം. കോഴിമുട്ട, കോഴിയുടെ മുട്ട അത് കഴിക്കുന്ന ഹലാലല്ല. എന്നാൽ ഫാസിദായ മുട്ട, ഫാസിദ എന്ന് പറഞ്ഞാൽ കേടുവന്ന മുട്ട കഴിക്കലോ ഹലാലല്ല. അത് കേട് വന്നിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു, ഫാസിദാകുക. അത് കേട് വന്നു നമുക്ക് ബോധ്യപ്പെട്ടു, അത് ഹലാലല്ല. അതെന്താ അവിടെ കാരണം? അനുവദനീയമല്ല എന്നുള്ള ഇസ്ലാം അതിൽ നിർദ്ദേശിച്ച ഒരു വസ്തുവാണ്. അവിടെ ചെയ്താൽ കൂലി, ഉപേക്ഷിച്ചാൽ ശിക്ഷ എന്നല്ല അതിന്റെ അർത്ഥം. നമുക്ക് അവിടെ അനുവദനീയമല്ല. അപ്പൊ പിന്നെ അത് കഴിക്കൽ തെറ്റാണ്. അപ്പൊ ആ മീനിങ്ങിൽ ഓരോ വിഷയത്തിലും, സമ്പാദ്യത്തിലാണെങ്കിലും ഭക്ഷണത്തിലാണെങ്കിലും എല്ലാത്തിലും ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു പരിധിയുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുകിടക്കില്ല. അതിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മൾ സമ്പാദിക്കാനാണ് ഒക്കെ ചെയ്യുന്നത്.
കച്ചവടത്തിലാണ് കച്ചവടക്കാരൻ പറയുന്നത് വൈലുലിൽ മുത്തഫിഫീൻ അല്ലദീന യദക്താലു അലൻ നാസി യസ്തൗഫൂൻ വഇദാ ഖാലൂഹും അവ്വസനൂഹും യഖ്സിറൂൻ. വൈലുലിൽ മുത്തഫിഫീൻ എന്ന സൂറത്ത് എന്ന് തുടങ്ങുന്നത് നാശം എന്ന് പറഞ്ഞാൽ ആർക്കാണ്? കച്ചവടക്കാർ. കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നത്, തൂക്കത്തിന് വെട്ടിപ്പ് നടത്തുന്നത്, ആളുകളെ കബളിപ്പിക്കുന്നത്, അതിന്റെ വിശദീകരണത്തിന് പറയുന്നത് പഴയത് കൊടുക്കുന്നത്, മോശമായിട്ടുള്ളത് കൊടുക്കുന്നത്, അറിയുന്നില്ല ആളിൽ കൊടുക്കുന്ന ഉപഭോക്താവിനെ നമ്മൾ പല രൂപത്തിലും കബളിപ്പിക്കുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യങ്ങളൊന്നും ഹലാലല്ല. നമുക്ക് പല കായികങ്ങളുള്ളത് തീരേണ്ടത്, പക്ഷെ ഉപഭോക്താവ് നമ്മളിൽ ഒരു വിശ്വാസം അർപ്പിച്ചു. കാരണം നമുക്കൊക്കെ എത്ര പരിജ്ഞാനം ഉണ്ടെങ്കിലും അറിവുണ്ടെങ്കിലും നമ്മൾ കടയിൽ പോയിട്ട് ആ കടയിലുള്ള സെയിൽസ്മാൻ എന്താണോ പറയുന്നത് ആ പറയുന്നത് വിശ്വസിച്ച് സാധനം പ്രൊഡക്റ്റ് വാങ്ങുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? നമുക്ക് എത്ര വിവരം കാര്യങ്ങളുണ്ട് അവര് പറയും, അതങ്ങനെ തന്നെയാണ്. അത് അവരുടെ ജോബിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മളപ്പോൾ വിശ്വസിക്കും. ഞാൻ കടയിൽ കയറി കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ പറയുന്നില്ല, കടയിൽ കയറി ഓരോ വിഷയം ഒക്കെ പറയുമ്പോൾ ഞാൻ പറയും ആദ്യം തന്നെ പറയും, ഈ വിഷയത്തിൽ എനിക്ക് അറിവില്ല, ഞാൻ നിന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് വാങ്ങിപ്പോകുന്നത്. ഞാൻ പറയുന്നുള്ളത് മോനെ, നിന്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ വാങ്ങിപ്പോകുന്നത്. ഈ പ്രായമുള്ളവരാണ് നിങ്ങളുടെ വാക്കിൽ വിശ്വസിപ്പിച്ചാണ്. ഇതിൽ എന്ത് ചതിവ് പറ്റിയാലും അത് നിങ്ങളായിരിക്കും, ഉത്തരവാദി ഞാനല്ല. കാരണം ശരിയല്ലേ, നമ്മൾ അവരുടെ വാക്ക് വിശ്വസിച്ചിട്ടില്ല ആണ്. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മളത് ഇതായിരിക്കും, നമ്മൾ എത്ര വരെ പറയൂലേ, എത്ര ശപിക്കും. അങ്ങനെ നമ്മുടെ ശാപം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശാപം വാങ്ങി കിട്ടുന്ന സമ്പാദ്യത്തിന് എന്താണ് നേട്ടമുള്ളത്? അതിനൊക്കെ മഹാനൊപ്പിനും കണക്ക് പറഞ്ഞേ മതിയാണ്. നമുക്ക് അർഹതയല്ലാത്ത അനർഹമായ ഒന്നും നമ്മളിൽ വരാൻ പാടില്ല. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കച്ചവടക്കാരാണ്. കച്ചവടം നടത്തുന്ന സമയത്ത് ഒരിക്കലും ഉള്ളത് പറഞ്ഞ് കച്ചവടം ചെയ്യാം. രണ്ടും ഉണ്ടല്ലോ, കേടും ഉണ്ട്, നല്ലതും നല്ലതും. ഒന്നിരിക്കും നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഉള്ളത് പറഞ്ഞ് കച്ചവടം ചെയ്യാൻ വിഷയമല്ല. നേരെ മറിച്ച് നല്ലത് മാത്രം മുകളിൽ വെക്കുന്നത്. ഫ്രൂട്ട്സ് കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളാണ്. ഡിസ്പ്ലേയിലുള്ളതൊക്കെ നല്ലതാണ്, ഡിസ്പ്ലേയിലുള്ളതൊക്കെ നല്ലതാണ്. കഴിഞ്ഞ ട്രിപ്പ് ഞാനിപ്പോ ലാസ്റ്റ് നാട്ടിലേക്ക് പോയിട്ട് എനിക്ക് പറ്റിയൊരു അബദ്ധം. ഞാനും ഫാമിലിയും കൂടി പുറത്തു പോയി, കുട്ടികൾ മുസഫി വേണമെന്ന് പറഞ്ഞു. ഞാൻ ഇറങ്ങി അവരോട് വില ചോദിച്ചു, വില പറഞ്ഞു. ഞാൻ പറഞ്ഞു ചൂടെ വെയിലല്ലേ, വാടാത്തത് വേണം. നല്ല സാധനമാണ്. ആയിക്കോട്ടെ, അയാൾക്ക് നമ്മൾ വിശ്വസിക്കേണ്ട രാത്രിയിലാണ്. ഈ സത്യയാത്ര തിരിച്ചു വരുന്ന സമയത്താണ്. അങ്ങനെ അവര് എടുത്തു തന്നു. വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ കുടിച്ചു നോക്കുന്ന സമയത്ത് ഫുള്ള് മാടി, അതിലൊന്ന കളറ് മാറി. നമ്മുടെ രാത്രി ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണത്. വല്ലാതെ മനസ്സ് വിഷമിച്ചു പോയതാണ്. കാരണം നമ്മളൊരാളെ വിശ്വാസം അർപ്പിച്ചിട്ട് അവര് നമ്മളെ ചതിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് എന്തില്ല പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിയാത്തത്. ഭയങ്കര സങ്കടം. ഞാൻ വിട്ടു, പിറ്റേ ദിവസം ഞാൻ ആ സാധനം കൊണ്ട് അങ്ങോട്ട് പോയി. ഒന്ന് നമ്മൾ എടുത്തത് വെച്ച് മറ്റേ സാധനം കൊണ്ട് അങ്ങോട്ട് പോയി. നമ്മൾക്ക് എൻ്റെ ഓർമ്മണ്ടെന്ന് ചോദിച്ചു. ഒന്നും നമ്മളത് പൈസകൾ വെച്ചു കുഴപ്പമില്ല, ഞാൻ പൊരുത്തപ്പെട്ടത് അവർക്ക് അതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെ പിന്നാലെ വരില്ല. പക്ഷെ സാധനങ്ങൾ വെച്ചു. പിന്നെ മറ്റുള്ളവർക്ക് ചെയ്യണമെങ്കിൽ ഒരുപാട് കൂടി പോകുമല്ലോ. ഒന്നും വേണ്ടിയില്ല. എല്ലാ സ്ഥലം വേറെ തലമുറക്ക് ആവശ്യമില്ല. നിങ്ങളിലുള്ള വിശ്വാസം ഒക്കെ നഷ്ടപ്പെട്ട് നിൽക്കാം. എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം പറയാം, ക്രിയേറ്റീവ് അല്ല. അപ്പൊ അങ്ങനെ നമുക്കൊക്കെ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, അല്ലേ? പക്ഷെ നമ്മളൊക്കെ അത് പൊരുത്തപ്പെട്ട് കൊടുക്കാൻ തയ്യാറാവോ? സമ്മതിക്കൂല മനസ്സിൽ. കാരണം ബാക്കി നമ്മൾ അറിഞ്ഞ് ചെയ്യണമായിട്ടില്ല. നമ്മളെ ചതിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പൊരുത്തം. അങ്ങനെ എത്ര ആളുകളുടെ പൊരുത്തം നമ്മളൊരു വിഷയം ചോദിക്കേണ്ടി വരാവും. അതാ പറഞ്ഞത്, സാമ്പത്തികമായി ഇതുപോലെയുള്ളതിൽ പൊരുത്തക്കേട് വന്നാൽ നമ്മുടെ ഇബാദത്തുകൾ വെല്ലിങ്ങലാകുമെന്ന് പറയാനുള്ള കാരണം എന്താ? ഇവരുടെ പൊരുത്തല്ലാതെ അതൊന്നും സ്വീകരിക്കില്ല. നമുക്ക് സ്വീകരിക്കൂല, ഓരോ ആഗ്രഹങ്ങളും അതൊക്കെ ചെയ്യൂല. അതുകൊണ്ടാണ് പറഞ്ഞ സാമ്പത്തിക ശുദ്ധി വളരെ ഗൗരവമാണ്. ഇതുപോലെയുള്ള വിഷയങ്ങളിൽ അത് വാക്കുകളെ കൊണ്ടാകട്ടെ, ഇടപാടുകളെ കൊണ്ടാകട്ടെ, ഒരാളുടെ പൊരുത്തവും ചോദിക്കാനുള്ള ഒരവസ്ഥ വരാൻ പാടില്ല. അതേ ഇതിൽ ഗണത്തിൽ പെട്ടതാണ് ഏത് ഈ ആളുകളുടെ ഈവത്ത് പറയാം, ഇത്തരം പ്രസാദങ്ങൾ പറയാം. അതൊക്കെ പൊരുത്തിക്ക് എത്ര ആളെ കേൾക്കുമ്പോൾ ഉറപ്പല്ലേ? അപ്പൊ നിങ്ങൾ എന്നെ മറച്ചു വെച്ചിട്ട് എന്നെ കുറിച്ച് പലതും പറഞ്ഞു നടക്കും. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ പ്രസംഗിക്കുന്നത് പലർക്കും പറ്റൂല. ഞാൻ തീരാ പറയുന്നത്, പടച്ചറപ്പിനെ സാക്ഷ്യം നിർത്തിയിട്ടാ പറയുന്നത്, പള്ളിന്നാ പറയുന്നത്. ഇത് ആളുകളെ തൃപ്തിപ്പെടുത്തലല്ല എന്റെ ജോലി. പക്ഷെ ഇത് ചിലവർക്ക് പറ്റാതെ അവരെന്ത് ചെയ്യും?
കുത്തിത്തിരിപ്പുണ്ടാക്കി ഇത്തര പ്രസാദം ഉണ്ടാക്കി. എനിക്ക് ഉറപ്പാണ് തന്ന വെറുപ്പെന്നുള്ളത്. അവരുടെ ഇബാദത്തുകളോട് ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. എൻ്റെ ഇബാദത്തുകൾ അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഞാൻ ആരെ കുറിച്ച് ഇബത്ത് പറഞ്ഞോ, നമീമത്ത് പറഞ്ഞോ, ഫിത്തറ പറഞ്ഞോ, അവരുടെ പൊരുത്തം കഥ പറഞ്ഞാൽ അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജത്തുൽ വദാഇൽ സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഷർട്ട് ഊരി നിന്നു കൊടുത്തത്. ഖിസാസ് എടുക്കാൻ വേണ്ടി ഷർട്ട് ഊരി നിന്നു കൊടുത്തേ. ഉഹദ് യുദ്ധത്തിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുമ്പോൾ സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ നിബിധങ്ങളുടെ ഒരു വടി കൊണ്ട് കുത്തി അതെനിക്ക് പ്രയാസം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോ തിരിച്ച് എന്ത് ചെയ്തു? തിരിച്ച് ഖിസാസ് എടുക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജത്തുൽ വദാഇൽ നിന്ന് കൊടുത്തു. സവാദ് റളിയല്ലാഹു തആല ഖിസാസ് ചെയ്യാൻ വേണ്ടി തിരിച്ചു കുത്താൻ വേണ്ടിയിട്ട് വരികയാണ് നബിതങ്ങളെ. അപ്പൊ തിരിച്ചു കുത്താൻ വേണ്ടി വന്നപ്പോൾ ഉമർ തങ്ങളും സഹാബികളും സജ്ജനം ഉമർ തങ്ങൾ സവാദ് റളിയല്ലാഹു അൻഹുവിനെതിരെ വാൾ ഊരി പോയപ്പോൾ നബിതങ്ങൾ പറഞ്ഞൊരു വാക്ക് കിട്ടുക, സവാദ് ഉമറെ നീ ഇവിടെ സവാദിനെ തടയും, ആഖിറത്തിന്റെ ആവശ്യം പറഞ്ഞ് സവാദ് വന്നാൽ അവിടെ നിനക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയും. ആരായി പഠിപ്പിക്കുന്നു ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ എത്ര ആളുകളുടെ ചർച്ചകൾ കഴിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? നമുക്കെതിരായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ പറഞ്ഞാൽ അയാളെ ശരിയാണ്, അയാൾ ഏതാണ്, അയാൾ മോശമാണ്,